ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എലത്തൂർ മണ്ഡലത്തിൽ എ.കെ. ശശീന്ദ്രനെതിരെ കർഷകരുടെയും ആദിവാസികളുടെയും പ്രതിനിധിയായി അഡ്വക്കേറ്റ് സുമിൻ എസ് നെടുങ്ങാടൻ മത്സരരംഗത്ത്. നഗരത്തിൽ വൈകുന്നേരങ്ങളിൽ നഗരഭംഗി ആസ്വദിക്കാൻ കെ.എസ്.ആർ.ടി.സിയുടെ സിറ്റി റൈഡ് ഡബിൾ ഡെക്കർ ബസ് സർവീസിന് തുടക്കം. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം രാജിവെച്ച് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പങ്കാളിത്തം ഉയർത്തുന്നതിനായി കോഴിക്കോട്ട് പ്രത്യേക യോഗം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനോ വനത്തിൽ വന്യജീവികളെ നിയന്ത്രിക്കുന്നതിനോ മന്ത്രി എ.കെ. ശശീന്ദ്രന് കഴിഞ്ഞിട്ടില്ലെന്ന് എലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുമിൻ എസ് നെടുങ്ങാടൻ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കർഷകരുടെയും ആദിവാസികളുടെയും പ്രതിനിധിയായ സുമിൻ. ഒരിക്കൽ കൂടി വനംവകുപ്പ് മന്ത്രിയായിരുന്ന ശശീന്ദ്രൻ നിയമസഭ കാണരുത് എന്നതാണ് മലയോര മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാനില്ല. അതിന്റെ ഭാഗമായി ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഭരണാധികാരി അക്സെപ്റ്റ് ചെയ്തു. ചിഹ്നം ബെഞ്ചാണ്. നാളെ മുതൽ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് മലയോര കർഷകരുടെ പ്രതിനിധികളായിട്ട് ഇറങ്ങാം. കഴിഞ്ഞ 5 വർഷം, അതായത് പിണറായി സർക്കാരിന്റെ സെക്കൻഡ് ടൈമിൽ 671 മനുഷ്യരെയാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത്. അതിന് സർക്കാർ ഇട്ട പേര് മനുഷ്യ വന്യജീവി സംഘർഷം എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സംഘർഷമല്ല, ഏകപക്ഷീയമായ ആക്രമണമാണ് നടക്കുന്നത്. അതിനെപ്പറ്റി ഇന്ന് വരെ അഡ്രസ് പെടാതെ പോയ കാര്യങ്ങളാണ് ഈ വന്യമൃഗ ആക്രമണങ്ങൾ എന്നുള്ളത്. മാനന്തവാടിയിൽ രാധ എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീയെ കടുവ ഭക്ഷണമാക്കിയപ്പോൾ ആ രാധയുടെ കമ്മലടക്കം കടുവയുടെ വയറ്റിലെത്തിയ സമയത്ത് RP മാളിലെ ഒരു ഫാഷൻ ഷോ പരിപാടിയിൽ ചുക്തി ഡാൻസ് ചെയ്ത് പാട്ട് പാടിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ശശീന്ദ്രൻ എന്ന് പറയുന്നത്. വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തിൽ എന്ന പോലെ കൃഷിനാശത്തിന് നൽകേണ്ട നഷ്ടപരിഹാരത്തിലും കടുത്ത വിവേചനവും അവഗണനയുമാണ് കർഷകർ അനുഭവിക്കുന്നതെന്ന് എലത്തൂർ നിയോജക മണ്ഡലത്തിലെ മലയോര മേഖലയിൽ നിന്നുള്ള കർഷകരെയും ആദിവാസികളെയും പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സുമിൻ എസ് നെടുങ്ങാടൻ പറഞ്ഞു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനും തുരങ്കം വയ്ക്കുന്ന ഭരണമാണ് എ.കെ. ശശീന്ദ്രന്റെ കാലഘട്ടമെന്നും സുമിൻ പറഞ്ഞു. അതിനാൽ മുന്നണിക്കോ സ്വന്തം പാർട്ടിക്കാർക്കോ വേണ്ടാത്ത ഈ വർഷമെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബാധ്യതയായി മാറിയ എ.കെ. ശശീന്ദ്രൻ എന്ന സ്ഥിരം ജനപ്രതിനിധിയെ നിയമസഭയിലേക്ക് അയക്കരുതെന്നും സുമിൻ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൈകുന്നേരങ്ങളിൽ കടൽക്കാറ്റേറ്റ് നഗര ഭംഗി ആസ്വദിക്കാൻ കെ.എസ്.ആർ.ടി.സി സിറ്റി റൈഡ് ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചു. വൈകിട്ട് ആദ്യ റൈഡ് നടന്നു. ഓൺലൈനായി ടിക്കറ്റ് എടുക്കാൻ വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട്. ബജറ്റ് ടൂറിസം സെല്ലിന്റെ പദ്ധതി മന്ത്രി P.A. മുഹമ്മദ് റിയാസ് കഴിഞ്ഞ 10-നാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ റോഡിലെ തടസ്സങ്ങൾ ഒഴിവാക്കാനുള്ള കാലതാമസം കാരണമാണ് സർവീസ് വൈകിയത്. മാവൂർ റോഡ് കെ.എസ്.ആർ.ടി.സി ടെർമിനലിൽ നിന്നും പുറപ്പെടുന്ന ബസ് സരോവരം വഴി മാനാഞ്ചിറ ഫ്രാൻസിസ് റോഡ് കോതി വരെ യാത്ര ചെയ്യും. തുടർന്ന് ബീച്ച് റോഡിലൂടെ വരക്കൽ ബട്ട് റോഡ് വരെ പോയ ശേഷം ചുങ്കം വഴി തിരികെ മാവൂർ റോഡിലെത്തും. നിലവിൽ വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെ 5 സർവീസുകൾ നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ബേപ്പൂർ, ചാലിയം, കാപ്പാട് തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും സർവീസ് ആരംഭിക്കും. നിലവിൽ തിരുവനന്തപുരം, മൂന്നാർ, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലാണ് സമാന സർവീസുകൾ ഉള്ളത്.
ഹിന്ദുജ ഗ്രൂപ്പിന്റെ സ്വിച്ച് കമ്പനി നിർമ്മിച്ച ഓപ്പൺ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ്സാണ് ഓടുന്നത്. മുകളിൽ 36 സീറ്റും താഴെ 28 സീറ്റുകളുമുണ്ട്. 4.7 മീറ്റർ ഉയരമുള്ള ബസ്സാണ്. ഓൺലൈൻ വഴിയും ഫോൺ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. മുകൾ നിലയിൽ 200 രൂപയും താഴെ നിലയിൽ 100 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ബുക്കിങ്ങിന് ഓൺലൈൻ KSRTC swift.com എന്ന സൈറ്റും സന്ദർശിക്കാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ സ്ഥാനം രാജിവെച്ച് ഇടതുമുന്നണി വിട്ടു. ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡ് സ്ഥാനവും ഒഴിയുന്നതായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും മുഹമ്മദ് ഇക്ബാൽ അറിയിച്ചു. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെക്കുകയാണ്. അതുപോലെ ഞാനിപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് സിൽക്ക് എന്ന് പറയും, അതിന്റെ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നു. സ്ഥാനം ഒഴിയുന്നു. ഇതൊക്കെ പറയുന്നതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റ്യാടി മണ്ഡലമോ 2011-16 വർഷങ്ങളിൽ UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയ പേരാമ്പ്ര മണ്ഡലമോ നൽകാമെന്ന് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ഉറപ്പു നൽകിയിരുന്നുവെന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. എന്നാൽ സീറ്റ് നിർണയത്തിന്റെ അവസാനം ഘട്ടം വരെ കാത്തിരുന്നിട്ടും ആ വാക്ക് പാലിക്കപ്പെട്ടില്ലെന്നും ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാനും സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചൊഴിയാനും തീരുമാനിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും സംസ്ഥാനത്തെ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി വരും ദിവസങ്ങളിൽ പ്രചരണ രംഗത്ത് സജീവമാകുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ. വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്. സഞ്ചാരത്തിനും വിനോദത്തിനുമായി കടലുണ്ടി വാക്ക്വേ. ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി. മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDFിനൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കലാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു UDF കുറ്റ്യാടി മണ്ഡലം സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയുടെ പര്യടനം. രാഷ്ട്രീയം ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന പുതുതലമുറ ഏറെ ആവേശത്തോടെയാണ് വിവിധ ക്യാമ്പസുകളിൽ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. സ്വാഗതം സ്വാഗതം
നാളെയുടെ പ്രതിനിധി ആരായിരിക്കണമെന്ന കൃത്യമായ ബോധ്യം കന്നി വോട്ടർമാർക്കും പുതുതലമുറ വോട്ടർമാർക്കുമെല്ലാം ഒരുപോലെ ഉണ്ടായിരുന്നു. വേനൽ ചൂടിലും പരീക്ഷാ ചൂടിനുമൊപ്പം എത്തിയ തെരഞ്ഞെടുപ്പ് ചൂടുകൂടി അവർ ഉൾക്കൊണ്ടു. വടകര SN കോളേജിൽ നിന്നാണ് പാറക്കൽ അബ്ദുള്ളയുടെ പര്യടനം ആരംഭിച്ചത്. പിന്നീട് മണിയൂർ DHM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ, അതിനുശേഷം മണിയൂർ KMCT കോളേജിൽ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. തുടർന്ന് ചെരണ്ടത്തൂർ MHS-ലും മൊകേരി ഗവൺമെന്റ് കോളേജിലും സ്ഥാനാർത്ഥിയെത്തി. ഹൃദ്യവും ഉജ്ജ്വലവുമായ സ്വീകരണങ്ങൾ സ്ഥാനാർത്ഥി ഏറ്റുവാങ്ങി. മണ്ഡലത്തിലുള്ളവരോട് വോട്ടഭ്യർത്ഥിച്ചും മറ്റിടങ്ങളിലുള്ളവരോട് അവരവരുടെ UDF സ്ഥാനാർത്ഥികളെ സഹായിക്കണമെന്നും സ്ഥാനാർത്ഥി അഭ്യർത്ഥിച്ചു. മൊകേരി ഗവൺമെന്റ് കോളേജിൽ പാറക്കൽ MLA ആയിരുന്ന കാലത്ത് കൊണ്ടുവന്ന പുതിയ ബ്ലോക്ക്, ലാബ് തുടങ്ങിയവ അദ്ദേഹം സന്ദർശിച്ചു. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കോളേജിലേക്ക് കൊണ്ടുവരാൻ കോളേജ് യൂണിയൻ ഭാരവാഹികളും UDSF പ്രവർത്തകരും പാറക്കൽ അബ്ദുള്ളയോട് ആവശ്യപ്പെട്ടു. വൈകിട്ട് വിവിധ സ്ഥലങ്ങളിൽ പഞ്ചായത്ത് കൺവെൻഷനുകളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. ശാന്തിനഗറിൽ നടന്ന കുടുംബസംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് വ്യാഴാഴ്ചത്തെ പര്യടനങ്ങൾ സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പങ്കാളിത്തം ഉയർത്തുന്നതിനായി കോഴിക്കോട്ട് പ്രത്യേക യോഗം ചേർന്നു. അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ S. മോഹനപ്രിയ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് സൗത്ത്, നോർത്ത് മണ്ഡലങ്ങളിലാണ് ഇടപെടൽ നടത്തിയത്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിനായി പ്രത്യേക യോഗം ചേർന്നു. ബീച്ചിലെ സ്കൈലൈൻ ബേ വാട്ടർ അപ്പാർട്ട്മെന്റ്സ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ S. മോഹനപ്രിയ അധ്യക്ഷത വഹിച്ചു. വോട്ടിംഗ് ശതമാനം കുറഞ്ഞ മണ്ഡലങ്ങളിലെ ഫ്ളാറ്റ്, റെസിഡൻസ് അസോസിയേഷനുകളുടെ ഇടപെടലുകൾ എന്നിവ ശക്തമാക്കാനും അസോസിയേഷനുകളുടെ യോഗം വിളിച്ച് ബോധവൽക്കരണം സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. പോളിംഗ് സ്റ്റേഷനുകളിലെ തിരക്ക് തത്സമയം അറിയിക്കുന്ന സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ചർച്ച ചെയ്തു. സ്വീപ്പ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിജീഷ് ആനന്ദ്, റവന്യൂ ഉദ്യോഗസ്ഥർ, BLOമാർ, ഫ്ളാറ്റ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹോർമസ് ബസിന്റെ ഉദ്ഘാടനം മാനവികതയുടെ ആഘോഷമായി. ബസിന്റെ ആദ്യ സർവീസിന്റെ ഭാഗമായാണ് മിറാക്കിൾ ഷെൽട്ടർ ഹോമിലെ അന്തേവാസികൾക്കായി അകലാപ്പുഴയിൽ ബോട്ട് സർവീസ് ഹോർമസ് ബസ് ഒരുക്കിയത്. ഹോർമസ് ബസിന്റെ ആദ്യ സർവീസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രത്യേക യാത്ര ഒരു ഗതാഗത സേവനത്തിന്റെ തുടക്കത്തെ മനുഷ്യാവബോധത്തിന്റെ ഉത്സവമായി മാറി. പ്രകൃതിയുടെ സുന്ദര കാഴ്ചകൾക്കിടയിൽ പാട്ടുകളും ചിരിയും നിറഞ്ഞ സന്തോഷ നിമിഷങ്ങൾ അവർ പങ്കുവച്ചു. ജീവിതത്തിൽ ആദ്യമായാണ് പല അന്തേവാസികളും ബോട്ട് സവാരിയുടെ ആനന്ദം അനുഭവിച്ചത്. ബിഗ് ബി ഹൗസ് ബോട്ടിൽ നടന്ന യാത്ര പങ്കെടുത്തവർക്ക് സുരക്ഷിതത്വവും സുഖകരവുമായ അനുഭവം നൽകാൻ ഹോർമസ് ബസ് ജീവനക്കാരും ബിഗ് ബി ബോട്ട് സർവീസ് ടീമും മികച്ച സംവിധാനങ്ങൾ ഒരുക്കി. ഹോർമസ് ബസ് ഭാരവാഹികളും മിറാക്കിൾ ഷെൽട്ടർ ഹോം ഭാരവാഹികളും ചേർന്നാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. പരിപാടിക്ക് മിറാക്കിൾ ഷെൽട്ടർ ഹോം ചെയർമാൻ ഫറൂഖ് തുമ്പപ്പാടം, സെക്രട്ടറി ഷബീർ അലി കോടമ്പുഴ, ട്രഷറർ അനസ് CP എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Astor Men's Hospital, Calicut. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്, പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്, സഞ്ചാരത്തിനും വിനോദത്തിനുമായി കടലുണ്ടി വാക്ക്വേ, ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി, സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDF-നൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീ പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് കീഴിൽ നടക്കുന്ന ക്ഷേത്ര ഭരണത്തിൽ ഗുരുതരമായ അഴിമതിയും കൃത്യവിലോപവും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി ഞങ്ങൾക്ക് ലഭിച്ചതിൽ അതിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള അവിടെ ട്രസ്റ്റി മെമ്പർമാരുടെ കീഴിൽ വൻ അഴിമതികളാണ് നടന്നിരിക്കുന്നത് എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി പരാതി നൽകിയിട്ടുണ്ട്. അതിന് പുറമെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ഭക്തജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ വൈകിട്ട് 5 മണിക്ക് അവിടെ ഒരു ഭക്തജനങ്ങളുടെ ഒരു ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. പാലക്കുറുമ്പ ക്ഷേത്രത്തിലെ നിലവിലെ ഭരണസമിതി വിവിധതരം രശീദ് ബുക്കുകൾ അച്ചടിച്ച് വ്യാപകമായ പണപ്പിരിവുകൾ നടത്തുന്നത്, ബുക്കുകളുടെ സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കാത്തത്, ക്ഷേത്രത്തിൽ പാട്ടുപുര നവീകരണത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കാതെയും ബോർഡിന്റെ അംഗീകാരം വാങ്ങാതെയും മരാമത്ത് പ്രവർത്തികൾക്കായി രൂപ ചെലവിട്ടത് തുടങ്ങി നിരവധി വീഴ്ചകളാണ് ഹിന്ദു ഐക്യവേദി നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവിടെ വലിയ ഗുരുതി ഒരെണ്ണത്തിന് വരുന്നത് 12,000 രൂപയാണ്. ഒരാളുടെ പേരിൽ നമ്മൾ വലിയ ഗുരുതി കഴിക്കുമ്പോൾ 12,000 രൂപയാണ് വരുന്നത്. എന്നാൽ അവിടെ റെസീറ്റ് എഴുതി കൊടുക്കുന്നത് 12,000 രൂപയും അതിന്റെ കൗണ്ടറിൽ എഴുതി വെക്കുന്നത് വെറും 500 രൂപയും മാത്രമാണ്. ഇതെന്താണ് എന്നുള്ളത് ദേവസ്വം ബോർഡിന് തന്നെ, ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കോ മറ്റുള്ളവർക്കോ അറിയില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് നമുക്ക് ഈ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സുനിൽകുമാർ പുത്തൂർമഠം, സുധാകരൻ കുളങ്ങര, ദീപു മലപ്രമ്പ്, ദിവാകരൻ പാലാരി, വിപിൻ തൂവശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ കോഴിക്കോട് നഗരത്തിൽ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചു. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് അന്നപാത്ര സൗജന്യ ഉച്ചഭക്ഷണ വിതരണ പദ്ധതി ആരംഭിച്ചത്. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ കോഴിക്കോട് നഗരത്തിലും ഏതാനും ഹോട്ടലുകൾ അടച്ചിട്ടു. ഇതോടെ നഗരത്തിലെത്തുന്നവർക്ക് ഉച്ചഭക്ഷണം ലഭ്യമല്ലാതായി. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായാണ് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ അന്നപാത്ര പദ്ധതി ആരംഭിച്ചത്. അന്നപാത്ര എന്നുള്ള ഈ അന്നദാന പദ്ധതിയിൽ നമുക്ക് ഗ്യാസിന്റെ ലഭ്യത വളരെ കുറവായതിന്റെ അടിസ്ഥാനത്തിൽ കാശ്യപ റിസർച്ച് ഫൗണ്ടേഷന്റെ ഒറ്റത്തെങ്ങിലുള്ള വേദമഹാമന്ദിരത്തിൽ വെച്ച് ചോറും കറികളും തയ്യാറാക്കി നമ്മുടെ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട്
സാധാരണക്കാരായ 250ഓളം ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. ഗ്യാസിൻ്റെ പ്രയാസം തീരുന്നവരെ ഇത് തുടരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഫൗണ്ടേഷൻ കുലപതി ആചാര്യ ശ്രീ രാജേഷും ആചാര്യ പത്നി മീര രാജേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ശ്രൗത പണ്ഡിതൻ ഡോക്ടർ നാറാസ് രവീന്ദ്രൻ നമ്പൂതിരിയും ചടങ്ങിൽ സംബന്ധിച്ചു. ചോറും കറിയും അച്ചാറും തോരനും ഉൾപ്പെടുന്നതാണ് ഉച്ചയൂൺ. പ്രതിദിനം 250 പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്. ആശ്രമത്തിന്റെ സമീപത്തു നിന്നാണ് വിതരണം. പാചകവാതക പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതുവരെ ഉച്ചഭക്ഷണ വിതരണം ഉണ്ടാകുമെന്ന് ഫൗണ്ടേഷൻ പ്രവർത്തകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എലത്തൂർ മണ്ഡലത്തിൽ AK ശശീന്ദ്രനെതിരെ കർഷകരുടെയും ആദിവാസികളുടെയും പ്രതിനിധിയായി അഡ്വക്കേറ്റ് സുമിന്യസ് നെടുങ്ങാടൻ മത്സര രംഗത്ത്. നഗരത്തിൽ വൈകുന്നേരങ്ങളിൽ നഗരഭംഗി ആസ്വദിക്കാൻ KSRTCയുടെ സിറ്റി റൈഡ് ഡബിൾ ഡെക്കർ ബസ് സർവീസിന് തുടക്കം. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം രാജിവെച്ച് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പങ്കാളിത്തം ഉയർത്തുന്നതിനായി കോഴിക്കോട്ട് പ്രത്യേക യോഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.